സുരേഷ് ഗോപി എനിക്ക് വീണ്ടും എന്തൊരു ഹാലളവി. എനിക്കറിയത്തില്ല പുള്ളിക്ക് എന്ത് സംഭവിച്ചെന്ന്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ എല്ലാവരും കൂടെ എടുത്തു വെച്ച് ട്രോളെന്ന് കാണുമ്പോൾ ഭയങ്കര സങ്കടം വരും. നമ്മുടെ ഇഷ്ടനായകനായിരുന്നേ. ഇയാൾ അഭിനയിച്ച സിനിമകളൊക്കെ കണ്ട് ഇയാൾ അങ്ങ് ഭയങ്കരമായിട്ട് പ്രണയിച്ച് നടന്ന ഒരു ബാല്യകാലം എനിക്കുണ്ടായിരുന്നു ഗൈസ്. ഇപ്പം എനിക്കത് ഓർക്കുമ്പോൾ സങ്കടം തോന്നുന്നു. എന്തിന് പോട്ടെ. പുതിയതായിട്ടൊരു കണ്ടെത്തലും കൊണ്ട് വന്നിട്ടുണ്ട്. ഇതെന്താ കാര്യമെന്നറിയാമോ? നോർമലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർട്ടിക്കാർക്കും മനസ്സിലാകാത്ത ഒരു കാര്യമുണ്ട്. ഈ രാഷ്ട്രീയം, അയ്യപ്പ രാഷ്ട്രീയം പറയുന്നത് അവരെ തോൽവിക്ക് ഇടയാക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ അയ്യപ്പ രാഷ്ട്രീയം പറഞ്ഞതുകൊണ്ട് മാത്രമാണ് കോൺഗ്രസ് തോറ്റത്. അവിടെ ഒരു രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തള്ളിപ്പിടിക്കുന്ന എന്തടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാവുന്നില്ല. ഹിന്ദു കമ്മ്യൂണിറ്റിയാണ് അവർ അഡ്രസ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർന്നു എന്നാണ്. അത് അയ്യപ്പനൊരു രാഷ്ട്രീയമൊന്നുമില്ല. സത്യത്തിൽ അവിടുന്ന് കിട്ടുന്ന ഒരു ഏർണിങ്സ്, അതിലേക്ക് കണ്ണുവെച്ച കേന്ദ്രത്തിൻ്റെ ഒരു കളി മാത്രമാണ് ഈ അയ്യപ്പ രാഷ്ട്രീയം. അതിനകത്തേക്ക് പോകാതിരിക്കുന്നതാണ് കമ്മ്യൂണിസ്റ്റുകാർക്കും കോൺഗ്രസ്സുകാർക്കും നല്ലത്. ഇവിടെ രാഷ്ട്രീയം പറയുക, കേരളത്തിൽ രാഷ്ട്രീയം പറഞ്ഞാലേ നിലനിൽപ്പുള്ളൂ. അല്ലാതെ ഇവിടെ അയ്യപ്പ രാഷ്ട്രീയമൊന്നും കേരളത്തിൽ നിലനിൽക്കത്തില്ല. ഇവിടെ യാതൊരു രീതിയിലുള്ള ഭക്തി രാഷ്ട്രീയവും ചിലവാകുന്ന ഏരിയയല്ല. പ്രത്യേകിച്ച് കേരളീയർ അതിനെയൊന്നും മൈൻഡ് പോലും ചെയ്യുന്നവരല്ല. മറ്റ് സംസ്ഥാനങ്ങളെ പോലെ അല്ല കേരളം ഡിഫറൻ്റ് ആണ്. ഇയാൾ പറയണത് പ്രജാരാജ്യം വരുമെന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റും പറയുന്നുണ്ട്. ഒന്നും പറയാനില്ല. ബോധമില്ലാത്തൊരു കഴുത എന്നതിനപ്പുറം ഒന്നുമില്ല. ഇയാൾക്ക് വിവരക്കേടാണോ, അത്ര ബോധക്കേടുണ്ടോയെന്ന് അറിയത്തില്ല. കുട്ടികൾക്കൊക്കെ നല്ല ബോധമുണ്ട്. കുഞ്ഞുങ്ങളും പറഞ്ഞു കൊടുക്കൂലേ എന്തോ. ഇനി അച്ഛനോട് പറഞ്ഞാൽ അച്ഛൻ ദേഷ്യപ്പെടും എന്നുള്ളതുകൊണ്ട് ഒരു പറയാതിരിക്കുന്നതാണോന്ന് എനിക്കറിയത്തില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോധമുള്ളവും പറയുമോ? നമുക്കൊരു ജനാധിപത്യ രാജ്യമല്ലേ. ജനാധിപത്യ രാജ്യത്ത് എവിടെയാണ് പ്രജാരാജ്യം വരിക? ഇത് പ്രജാരാജ്യമാണെന്നൊക്കെ ഈമൻ പറയുമ്പോൾ തലയ്ക്ക് വെളിവില്ല എന്നല്ലേ എന്ന് പറയും. ഇതിന് മുമ്പ് ഒരെണ്ണം പറഞ്ഞതാണ്, ഏകീകൃത സിവിൽ കോഡ് വരണം, ഇവിടെ നടപ്പാക്കില്ലെന്നത് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതിയെന്ന്. ഇതൊക്കെ ഒരുതരം ഭാസിസ മെൻറ്റാലിറ്റി അല്ലേ. എല്ലാവരും കൂടെ സമ്മതിച്ചാൽ മാത്രം നടക്കേണ്ട ഒരു കാര്യമാണ്. സിവിൽ കോഡ് വരുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ സിവിൽ കോഡ് വന്നാൽ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുക നോർത്ത് സൈഡിലുള്ള ഹിന്ദു കമ്മ്യൂണിറ്റിക്കാണ്, മുസ്ലിം കമ്മ്യൂണിറ്റിക്കല്ല. മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ആകെ ഒരു പ്രശ്നമുള്ള മാരേജ്, ആ സ്റ്റാറ്റസിന് ഒരു പ്രശ്നം വരുമെന്നതിനപ്പുറം വേറെ ഒന്നുമില്ല. സിവിൽ നിയമം, ക്രിമിനൽ നിയമം ഇവിടെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ശരിയത്ത് നിയമമാണ് അവർ അക്സെപ്റ്റ് ചെയ്യുന്നതെങ്കിൽ ക്രിമിനൽ നിയമത്തിലെ ശരിയത്ത് നിയമമല്ലല്ലോ അവർ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. അവരത് അംഗീകരിക്കും. അവർ എങ്ങനെയാണോ കാറ്റിനനുസരിച്ചിട്ട് പോകുന്ന ആൾക്കാരാണ്. അല്ലാതെ അവർക്ക് ഇന്നത് വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ശരിയത്ത് നിയമം അനുസരിച്ച് പറ്റുള്ളൂ എന്ന് പറഞ്ഞ് നിഷ്ഠ പിടിക്കേണ്ട അല്ലല്ലോ. ക്രിമിനൽ നിയമം ഒരുപോലെയാണെങ്കിൽ മറ്റത് അവർക്ക് ഒരുപോലെ ആക്കാൻ പറ്റും. പക്ഷേ അതല്ല. മുസ്ലിങ്ങളെ കൺസേൺ ചെയ്ത് ചെയ്യുന്ന ഒരു സാധനം ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുക ആ കമ്മ്യൂണിറ്റിക്കായിരിക്കും. അവരാണ് ഏറ്റവും കൂടുതൽ ബാലവിവാഹം തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങൾ അവർക്കാണ്. സ്വത്ത് കൊടുക്കൽ വാങ്ങൽ, ഇതിലൊക്കെ പ്രോബ്ലമാറ്റിക് ആയിട്ട് നിൽക്കുന്നത് ആ വിഭാഗമാണ്. അതിലേക്കൊന്നും പോകുന്നത് വലിയ സബ്ജക്റ്റാണ്. അടുത്ത് പുള്ളിയുടെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഇത് പ്രജാരാജ്യമാണ്. അതെന്ത് വാഴയാണോ എന്തോ. സത്യം പറഞ്ഞാൽ സുരേഷ് ഗോപിയുടെ മക്കൾ സുരേഷ് ഗോപി ഒന്ന് മെനക്കെട്ടെടുത്ത് ബ്രെയിൻ വാഷ് ചെയ്യണം, ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണം. വാഷ് മീൻസ് സത്യമായിട്ട് നല്ല ഡെറ്റോൾ ഒഴിച്ച് വാഷ് ചെയ്യേണ്ട തലയാണ്. ജനാധിപത്യ രാജ്യമാണ്. എന്താണ് ജനാധിപത്യ രാജ്യം? നമ്മൾ കുറച്ച് ആൾക്കാർ ഒരിടത്ത് തിങ്ങിപ്പാർക്കുന്നു. ആ ഏരിയ നമ്മുടെ പ്രദേശമാകുന്നു. ആ പ്രദേശത്തിന് നമ്മൾ രാഷ്ട്രം എന്ന് പറയുന്നു. ആ രാഷ്ട്രത്തിലെ ഒരു ഭരണ നേതൃത്വം വരണമെന്ന് നമ്മളെല്ലാവരും കൂടെ ആഗ്രഹിക്കുമ്പോൾ നമ്മളാൽ ചുറ്റപ്പെട്ട് അല്ലെങ്കിൽ നമ്മളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയെ ആ സ്ഥാനത്ത് കൊണ്ടുവയ്ക്കുന്നു. അയാൾ നമുക്ക് വേണ്ടി സേവനം അനുഷ്ഠിക്കുന്നു. ഇതാണ് ജനാധിപത്യം. അതിനപ്പുറം ഇത് ഞാൻ കുറച്ച് ഈസി ആയിട്ട് പറഞ്ഞാണേ, ഞാൻ തെറ്റണം പറഞ്ഞുകൊണ്ട് വരണ്ട. ഒരു ഈസി ഇതിൽ പറഞ്ഞതാണ്. നമ്മളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രതിനിധിയാണ് അവിടെ ഇരിക്കുന്നത്. അയാൾ നമ്മളെ സെർവാണ് ചെയ്യുന്നത്, നമ്മളെ സർവീസാണ്. നമുക്ക് ചെയ്യാൻ സമയക്കുറവുള്ളത് കൊണ്ട് നമ്മളൊരു വ്യക്തി അവിടെ ഏൽപ്പിക്കുന്നു. നമ്മളുടെ കാര്യങ്ങളാണ് അയാൾ ചെയ്യുന്നത്. നമ്മളിൽ നിന്ന് പിരിക്കുന്ന പണം കൊണ്ടാണ് അയാൾക്ക് ശമ്പളം കൊടുക്കുന്നത്. അതാണ് ജനാധിപത്യം. ആ ജനാധിപത്യത്തിൽ ഒരു പ്രജയും ഇല്ല. എല്ലാവരും പൗരന്മാരാണ്. ഈച്ച് ആൻഡ് എവറി വൺ രാജാവിന് തുല്യമാണ്. നമ്മൾ ഓരോരുത്തരും രാജാവിന് തുല്യമാണ്. ഇയാൾ ഏതോ ലോകത്താണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ വരുന്നത്. ഇത് പ്രജാരാജ്യം. ഇപ്പം അടുത്തത് ഇറങ്ങിയിട്ടുണ്ട്, അയ്യപ്പൻ എൻ്റെ മൂത്ത സഹോദരൻ. അയ്യപ്പൻ മൂത്ത സഹോദരൻ എന്ന് പറയുമ്പോഴത്തേക്ക് കഥയിലേക്ക് ഞാൻ പോകുന്നില്ല. ചിലപ്പോൾ ആർക്കെങ്കിലും അത് ഫീലിങ്സ് ആവും. എന്നാലും ഫീലിംഗ് ഹർട്ട് ചെയ്താലും ഒരു കാര്യം പറയാം. കഥകളിൽ പറയുന്നത് എന്താണ്? പുള്ളിക്ക് ഒരു ട്രാൻസ് ആയ, അപ്പോൾ ഇപ്പം മഹാവിഷ്ണു പെണ്ണായി രൂപം കൊള്ളുമ്പോൾ പെണ്ണിനെ പ്രാപിച്ച് അതിൽ ഉണ്ടാകുന്ന കുട്ടിയെ അവിടെ വളർത്താൻ സ്ഥലമില്ലാത്തതുകൊണ്ട് കാട്ടിക്കൊണ്ട് കളയുന്നു. കാട്ടിൽ നിന്ന് പന്തളം രാജാവിന് കൈ കിട്ടുന്നു. ഇങ്ങനെയല്ലേ കഥ? അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയും അങ്ങനെയൊക്കെയാണോ? ഈ സ്വന്തം പിതാവിനെ അവഹേളിക്കുന്നതിനൊരു കണക്കില്ലേ? അതായത് പുള്ളി പറയുന്ന രീതിയിൽ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, അടുത്ത ജന്മത്തിൽ എനിക്ക് ബ്രാഹ്മണനാവണമെന്ന്. അതെന്തുകൊണ്ടാണെന്നറിയാമോ? അത് ബോധമില്ലായ്മയുടെ ഒരു ഉച്ചഘട്ടമെന്ന് ഞാൻ പറയുന്നത്. നമ്മുടെ രാജ്യം നേരിട്ട്
നമ്മൾ ഒരുപാട് ഫൈറ്റ് ചെയ്ത് മുന്നേറ്റ് വന്ന ഒരു കഥ അല്ലെങ്കിൽ ഒരു വലിയ വിഷമം ജാതീയ വ്യത്യാസമാണ്. ഈ ഡിസ്ക്രിമിനേഷൻ ഭയങ്കരമാണ്. കളറിൻ്റെ ബേസിൽ ഡിസ്ക്രിമിനേഷനാണ് നിങ്ങളൊക്കെ വിദേശ രാജ്യങ്ങളിൽ കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ജാതിയുടെ പേരിലാണ്. ഒരു മനുഷ്യന് അയാളുടെ ജാതി പറഞ്ഞുകൊണ്ട് നീക്കി നിർത്തുന്നത്. ജാതി വ്യവസ്ഥ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാളുടെ തൊഴിലിനെ ബേസ് ചെയ്തിട്ടാണ് ജാതി. ഇപ്പോൾ തട്ടാന്മാർ, തണ്ടാന്മാർ, ഇങ്ങനെ കുറേ വിഭാഗം വരുമല്ലോ. ഇതൊക്കെ അവരുടെ തൊഴിൽ ബേസ് ചെയ്തിട്ടാണ്. പക്ഷെ അത് ഒരു ജാതീയതയാണെന്നും ആ ജാതിയെ നീക്കി നിർത്തണമെന്നും അത്തരക്കാരെ നമ്മൾ അടുപ്പിക്കാൻ പാടില്ല എന്നും ഒരു സിസ്റ്റം ഇവിടെ 100 വർഷം മുമ്പ് നിലനിൽക്കുന്നു ചരിത്രം പഠിക്കുന്ന പിള്ളേർക്ക് മനസ്സിലാവും. ആ ഒരു വ്യവസ്ഥയെ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാണ് നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റും. നമ്മൾ ഒന്നിച്ചൊരു ബസ്സിൽ പോവുകയാണ്, അതിൽ പുലയ സമുദായത്തിൽ പറയ സമുദായത്തിലുള്ളവരൊന്നും നമ്മളെ തൊടാൻ പാടില്ല, അപ്പുറത്തിരിക്കണം. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് യാത്ര ചെയ്യണം. സോ ഹൗ ഡു യു ഫീൽ? അവരായി ചിന്തിക്കേണ്ട. നമ്മൾ കുറച്ച് കൂടിയ ഇനമാണെന്ന് വെച്ചിട്ട് നമ്മൾ ചിന്തിച്ചാൽ പോലും നമുക്ക് എത്രത്തോളം നമ്മളോട് പുച്ഛവും അറപ്പും തോന്നും. ആ ഒരു കൺസെപ്റ്റിനെ അംഗീകരിച്ചുകൊണ്ടാണ് പുള്ളി പറയുന്നത് അടുത്ത ജന്മത്തിൽ എനിക്ക് ബ്രാഹ്മണനാവണം. ഒരിക്കലും സാധിക്കുന്ന കാര്യമില്ല. ഇനി ഇതേപോലെ തന്നെ പലയിടങ്ങളിലും ഇയാൾ ചർച്ചയ്ക്കിരിക്കുമ്പോൾ ജനസമ്പർക്ക പരിപാടി ഏർപ്പെടുത്തിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയെ കോപ്പി അടിച്ചതാ. അത് എയിംസ് ആലപ്പുഴ വന്നില്ലെങ്കിൽ പിന്നെ അത് ഞാൻ തമിഴ്നാട്ടിന് കൊടുക്കാൻ പറയുമെന്ന് ഒന്ന് തെളിയിക്കാവോ? ഇപ്പൊ രാജിവെച്ച് ഇപ്പൊ രാഷ്ട്രീയത്തിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോകാൻ തയ്യാറാണ്. എവിടെങ്കിലും ഒന്ന് തെളിയിക്കാവോ? ഫ്ലാഷ് ബാക്ക്. തിരുവനന്തപുരത്തെ സ്ഥലം തരുമെന്ന് പറഞ്ഞാൽ ഞാനത് MK സ്റ്റാലിനെ വിളിച്ചു പറഞ്ഞിട്ട് അത് പൊള്ളാച്ചിയിലോ അല്ലെങ്കിൽ കമ്പത്തേരിയിലേക്കോ കൊണ്ടുപോയിക്കോളാൻ ഞാൻ പറയേണ്ടി കാര്യമാണ്. അടിപൊളി. പറയണ സമയത്ത് പുള്ളി പറഞ്ഞുപോയി, പിന്നീട് പുള്ളിക്ക് ഓർമ്മയില്ല. അതാണ് സംഭവിച്ചത്. ഇത്തരത്തിൽ നമ്മൾ ഒരു പബ്ലിക് സ്ഥലത്ത് വന്നിരുന്ന് പറയുമ്പോൾ പിന്നീട് അത് എടുക്കാനും പിന്നീട് അത് റിപ്പീറ്റ് ചെയ്തിട്ട് പിള്ളേർ അത് എടുത്ത് വെച്ച് അലക്കും എന്നുള്ളൊരു തോന്നലോ ഒരു ചിന്തയില്ല, എന്തൊക്കെയോ വായ്ത്താളം അടിക്കുന്നുണ്ട്. ഇതേപോലെ ഒരു സദസ്സിൽ പുള്ളി ഇരുന്നുകൊണ്ട് പറയുന്ന ഒരു കാര്യം, പുള്ളിയോട് ഒരാൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എല്ലാവർക്കും പഠിക്കാനായിട്ട് ഈ ഡിഫറെൻ്റ് ചെയ്ത ക്രിസ്ത്യാനികൾക്ക് സൺഡേ ക്ലാസ് ഉണ്ട്, കുട്ടികളെ മതം പഠിപ്പിക്കാൻ. മുസ്ലിങ്ങൾക്ക് എന്നും ഉണ്ട്, മദ്രസയുണ്ട്. ഐ തിങ്ക് എല്ലാ ദിവസവും മദ്രസകളുണ്ട്. അപ്പോൾ ഈ അതിൽ കൂടെ അവർക്ക് മതം പഠിക്കാൻ പറ്റുന്നുണ്ട്. എന്തുകൊണ്ട് ഹിന്ദുക്കൾക്ക് അങ്ങനെയൊന്നും ഇല്ല, അങ്ങനെയൊന്നും അറേഞ്ച് ചെയ്യേണ്ടത്? അപ്പോൾ പുള്ളി പറയുന്നത് ഭയങ്കര ഗൗരവത്തോട് അത് വേദം പഠിക്കണമെന്ന്. ഈ വേദം പഠിക്കരുതെന്നോ പഠിപ്പിക്കരുതെന്നോ നമ്മൾ പറയത്തില്ല. സത്യം പറഞ്ഞാൽ ഹിന്ദു കമ്മ്യൂണിറ്റിയിലുള്ള ഓരോ വ്യക്തികളും ഇത് പഠിക്കണം. മുമ്പത് വേദം പഠിച്ചു കഴിഞ്ഞാൽ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. ഇന്ന് അതില്ലല്ലോ. അപ്പം നിങ്ങളത് പഠിക്കണം. നിങ്ങളത് പഠിച്ചാൽ മാത്രം തീരാവുന്ന കഴപ്പേ ഉള്ളൂന്ന് ഞാൻ പറയുള്ളൂ. പ്രത്യേകിച്ച് ഋഗ്വേദം പഠിക്കണം. സാമവേദം, യജുർവേദം, അഥർവവേദം, ഋഗ്വേദം. അല്ലെങ്കിൽ ഋഗ്വേദം മെയിനായിട്ട് എടുത്തു വെച്ച് പഠിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനകത്തുണ്ട് ഉച്ചനീചത്വങ്ങൾ. അപ്പം ഈ സംഗതി പഠിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പഠിപ്പിക്കാത്തത്. അത് പഠിക്കേണ്ടത് ഉന്നത കുലജാതർ മാത്രമാണ്. കാരണം അവർക്ക് മാത്രം വേണ്ടിയിട്ടുള്ള സാധനം അതിനകത്ത് എഴുതിയിരിക്കുന്നത്. താഴ്ന്ന വിഭാഗത്തിലുള്ള ഒരു മനുഷ്യർ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇവന്മാരെ വേദവും എല്ലാം കൂടെ എടുത്ത് മനുസ്മൃതി കത്തിച്ചത് ഓർമ്മയുണ്ട്, അംബേദ്കർ അങ്ങനെ കത്തിച്ച് ദൂരെ കളഞ്ഞതിൻ്റെ കാര്യം അതാണ്. എന്നിട്ട് എത്രയോ ലക്ഷം ആൾക്കാരെയും കൊണ്ടാണ് മതം മാറി പിന്നെ ജൈനമതം സ്വീകരിച്ചത്, ബുദ്ധമതം സ്വീകരിച്ചത്. ഇത് ഒരുപാട് പേരുണ്ട്. ഇപ്പം നമ്മൾ ഈ റീസെൻ്റ്ലി കർണാടകയിൽ നടന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ധർമ്മസ്ഥല. അവരുടെ പർപ്പിതാക്കൾ, അവരുടെ പിതാവ് പർപ്പിതാക്കളൊക്കെ തന്നെ ഹിന്ദു മതമേ ഉപേക്ഷിച്ചിട്ട് ജൈനമതം സ്വീകരിച്ച മനുഷ്യരാണ്. അപ്പോൾ ഇതിൻ്റെ ഹിസ്റ്ററിയൊക്കെ തേടിപ്പോയി കഴിഞ്ഞാൽ ഈ ഒരു മതത്തിനോടുള്ള അറപ്പും വെറുപ്പും കൊണ്ട് ഇതിനെ ഉപേക്ഷിച്ചവരാണ് അധികം, നമ്മൾ ഉൾപ്പെടെ. ഇപ്പം മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവർ ഉൾപ്പെടെ ഇതിനെ ഉപേക്ഷിക്കേണ്ട റീസൺ വന്നത് ഈ ഉച്ചനീചത്വങ്ങൾ കൊണ്ട് സഹികെട്ട മനുഷ്യരാണ്. അത്രത്തോളം ബുദ്ധിമുട്ടുകൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അത്രത്തോളം മനുഷ്യരെ തമ്മിൽ തല്ലിക്കുകയും ബുദ്ധിമുട്ടിൽ കൂടെ തന്നെ ജീവിതങ്ങൾ നശിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഒത്തിരി പേർക്കുണ്ട് അങ്ങനെ അനുഭവങ്ങൾ. വല്ലാത്ത തരം ഒരു വൃത്തികെട്ട ടൈമുണ്ട് ഈ പറയുന്ന പ്രത്യേകതരം ജാതി ബോധത്തിന്, ജാതിയുടെ വ്യവസ്ഥയിൽ. ഇവിടെ വൈക്കം സത്യാഗ്രഹം തൊട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ചരിത്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ രക്ഷയില്ലാത്ത തക്കവണ്ണം ഇതൊക്കെ നമ്മൾ അനുഭവിച്ചിരുന്നു, നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ഇതൊക്കെ അനുഭവിച്ചിരുന്നു എന്നുള്ളത് തന്നെ ഒരു ലജ്ജ തോന്നുന്ന കാര്യമാണ്. അതിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഇയാൾ പറയണം, ഇയാൾ പ്രജ, രാജാവ്, ബ്രാഹ്മണൻ, ഈ ഒരു ലിങ്കിൽ കിടന്ന് കറങ്ങുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. പാർട്ടി മറ്റൊന്നായിരുന്നെങ്കിൽ സുരേഷ് ഗോപി ചരിത്രം തിരുത്തി എഴുതിയല്ല. ഒരു പക്ഷെ നമ്മുടെ മുഖ്യമന്ത്രി ആകാൻ വരെ കാലിബർ ഉള്ളൊരു വ്യക്തിയാണ്. പക്ഷെ എന്ത് ചെയ്യാന്നറിയാമോ, പോയി ചേർന്ന സ്ഥലം, ചുറ്റും നിൽക്കുന്ന ആൾക്കാർ, അവരിലൂടെ പുള്ളി സത്യം വന്നാൽ ഡൗൺ ആയി പോയി എന്നുള്ളതാണ്. സങ്കടമുണ്ട് കേട്ടോ. ഈ നല്ലൊരു നടനായിരുന്നു. ആ നാട്യവും കൊണ്ട് നിന്നിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം വരത്തില്ല. ഇങ്ങനൊരു അധപതനമോ തകർച്ചയോ ഒന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ലായിരുന്നു. നശിച്ചു എന്നുള്ളതിൻ്റെ ശരിയായ രൂപം. വോട്ട് കട്ടു, വോട്ടിൻ്റെ കേസുണ്ട്. ഒരു ധാർമ്മികതയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അത് തൻ്റെ പാർട്ടിക്കാർ ചെയ്താലും തിരിച്ചിരുന്ന് ചോദിക്കണം.
ഇപ്പം അങ്ങനെ ചോദിക്കാൻ തക്കവണ്ണം പ്രാപ്തയായ ഒരാളെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഖുശ്ബു BJP-യിലേക്ക് ചേരുന്നതിന് മുമ്പ് കോൺഗ്രസ് ആയിരുന്നു. ചേർന്ന ശേഷം അവരെ വനിതാ ഇതിനകത്തേക്ക് കയറ്റിയിരുന്നു, വനിതാ കമ്മീഷൻ, സെൻട്രൽ ഗവൺമെൻറ്. അവിടെ വെച്ച് നടന്ന അന്യായങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടു. അതുമാത്രമല്ല, ഗുജറാത്ത് കലാപത്തോടനുബന്ധിച്ചിട്ട് അവരെ റിലീസ് ചെയ്ത കാര്യത്തിനെ ചോദ്യം ചെയ്തുകൊണ്ട് തന്നെ അവരെ പട്ടം തന്നെ ഉപേക്ഷിക്കുകയുണ്ടായി. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ബേസിക്കലി എത്ര രാഷ്ട്രീയം പറഞ്ഞാലും ഏത് രീതിയിലുള്ള പൊസിഷൻ നമുക്ക് തന്നാലും നമ്മുടെ ഇന്നർ മൈൻഡിൽ നമ്മളെന്ന വ്യക്തിക്കൊരു പേഴ്സണാലിറ്റി ഉണ്ടാകും. ആ പേഴ്സണാലിറ്റിയെ കളിയാക്കുന്ന തരത്തിലാണ് അപ്പുറത്ത് നിൽക്കുന്നവർ ചെയ്യുന്നതെങ്കിൽ അത് ചോദ്യം ചെയ്യാനുള്ള ഒരു ചെറിയ ഇതെങ്കിലും നമുക്ക് തോന്നുന്നുണ്ട്. അതുപോലെ നഷ്ടപ്പെട്ട് വെറും പദവിക്ക് വേണ്ടി മാത്രം സ്വയം താഴ്ന്ന് വെറും നശിച്ചു പോയ ഒരു വ്യക്തിത്വം എന്നാണ് എനിക്ക് സുരേഷ് ഗോപിയെ പറ്റി പറയാനുള്ളത്. ആൻഡ് നല്ല മനുഷ്യനാണ്, അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറയുമ്പം പുള്ളി കൂടുതൽ വൃത്തികെട്ട രീതിയിലേക്ക് റിവീലായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ദൈവവിശ്വാസമൊക്കെ വേണം, അതൊക്കെ വേണം, അതൊന്നും വേണ്ട എന്നല്ല പറയുന്നത്. അതായത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്. പക്ഷെ ഒരു ജനപ്രതിനിധി കാണിക്കേണ്ട ചില മര്യാദകളുണ്ട്, അതൊന്നുമില്ല സുരേഷ് ഗോപിക്ക്. എൻ്റെ അടുത്ത് കുറേ പേര് ഇത് കൊണ്ടിട്ട് നിങ്ങൾ ഇതിനെ പറ്റിയൊന്നും പറയുന്നില്ല. സങ്കടമുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു നായകനാണ്, ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ നമുക്ക് ഇങ്ങനെ പറയേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് ഇഷ്ടപ്പെടുന്നവരെ പോലും കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ് സുരേഷ് ഗോപി എന്നുള്ളതാണ്. വായി കൊണ്ട് മിണ്ടാതിരിക്കാനുള്ള ധാർമ്മികത ഒന്നുമില്ല, ഒന്ന് പറഞ്ഞാലും അയാൾക്ക് തിരിയത്തില്ല. ഏതായാലും അയ്യപ്പൻ സഹോദരനാണ് എന്ന് പറയുമ്പം അച്ഛനെ അപമാനിച്ച് മതിയായില്ലേ എന്ന് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ സുരേഷ് ഗോപിയോട്. നിങ്ങൾ അച്ഛനെ അപമാനിച്ച് മതിയായില്ലേ? ട്രാൻസ് ആണോ അമ്മ? അങ്ങനെയാണോ ഉദ്ദേശിച്ചത്? എന്തിനാണ് ഈ പന്ന രാഷ്ട്രീയം പറയണേന്നുള്ളതാണ്. അതൊരു ദൈവമായിട്ട് ആളുകൾ വിശ്വസിക്കുന്നു, അവിടെ ഇരിക്കുന്നു. ഒരു വിഭാഗം ആൾക്കാർക്ക് മാത്രമാണ് അക്സെപ്റ്റൻസ്. 32% വരുന്ന മുസ്ലിങ്ങളെ ഏത് നേരവും കുറ്റപ്പെടുത്തിക്കൊണ്ടും വളരെ മോശപ്പെട്ട രീതിയിൽ അവരെ സ്റ്റേറ്റ് ചെയ്യുകയും ചെയ്തിട്ട് നിങ്ങൾ ഇലക്ഷനിൽ നിന്ന് ആ ഒരു വിഭാഗത്തിനെ മാത്രം കൊണ്ട് ജയിക്കാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിൽ പരം ഒരു മൂഢത്തരം വേറെ ഉണ്ട്. അതിന് നിങ്ങൾ അവരുടെ വിശ്വാസത്തിനെ എടുത്ത് വെച്ച് പറഞ്ഞാൽ നടക്കുന്നു. ഈ അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥിക്കുകയും അവിടെ കുറേ പൂജകൾ നടത്തി അതിനെയൊക്കെ എടുത്ത് റീൽസായിട്ട് ഇടുകയും, അതേപോലെ തന്നെ ഈ പറയുന്ന സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ചില വക്രബുദ്ധികളുണ്ടല്ലോ, പള്ളികളിൽ ലിംഗം അന്വേഷിക്കുക, ഇതിനെയൊക്കെ ബൂസ്റ്റപ്പ് ചെയ്തുകൊണ്ടും സനാതനത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും നിങ്ങളൊരു രാജ്യത്ത് എന്തെങ്കിലും നേട്ടം കൊണ്ടുവരാം എന്ന് വിശ്വസിക്കണമെന്നാണോ കേരളീയ ജനതയോട് പറയണത്? കേരളത്തിലുള്ളവർ അത്രയും തലയ്ക്ക് സ്ഥിരതയില്ലാത്തവരാണ്, അവർക്ക് അത്ര ബോധമില്ലേ, അവരത്രയും മന്ദബുദ്ധികളാണെന്ന് തെറ്റിദ്ധരിക്കുന്നിടത്ത് ഈ സുരേഷ് ഗോപിയുടെ അടുത്ത് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കും പ്ലീസ്. ഇയാൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ കാലിബറുള്ള ഒരു നല്ല വ്യക്തിത്വമാണെന്ന് നമ്മളൊക്കെ വിശ്വസിക്കുന്ന ഒരു വ്യക്തി ഇത്രയും അധപ്പതിക്കുന്നതാണെന്ന് സങ്കടം തോന്നുന്നു. അതുകൊണ്ട് പറയാം, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.